മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. ചീഫ് സെക്രട്ടറി എ ജയതിലകും കൂടിക്കാഴ്ചയുടെ ഭാഗമാകും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്ന ധനമന്ത്രി KN ബാലഗോപാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കേരളത്തിലേക്ക് മടങ്ങി. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിഷയങ്ങളാകും ചർച്ചയാകുക? രോഹിണി, ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതി, അതാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ആ വസതിയിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി ഈ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയാകും ചർച്ചയാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഏത് വിഷയങ്ങളാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുക എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റു മന്ത്രിമാരെ സംഘം, കേരളത്തിൽ നിന്നും എത്തിയ സംഘം കണ്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ ധനമന്ത്രി KN ബാലഗോപാൽ ഉണ്ടായിരുന്നു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. ഇവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ആരോഗ്യ മേഖലയെ നേരിടുന്ന വിഷയങ്ങൾ അത് വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന നിപ്പ വൈറസ് ബാധ, ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഈ വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമായും അദ്ദേഹം ഈ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കേരളത്തിൽ നിന്നെത്തിയ മന്ത്രിമാരുടെ സംഘം ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ വിശദാംശങ്ങൾ അത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ആത്യന്തികമായ വികസനം തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചർച്ച എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 11 മണിക്കാണ് ഈ ചർച്ച ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായും അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ കോഴിക്കോട്, വയനാട് ജില്ലകളെ മാവോയിസ്റ്റ് ബാധിത ജില്ലകളല്ല എന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി തിരുത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് 2 ജില്ലകൾ അത് മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായും അവിടെ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും ഏതൊക്കെ മേഖലകളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ വിഷയങ്ങളുണ്ട്. വയനാട് ദുരന്തബാധിത മേഖലകളിലെ കേന്ദ്ര ധനസഹായമുണ്ട്, ഒപ്പം തന്നെ വിവിധ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുവദിക്കേണ്ട തുകകളുണ്ട്. ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ എന്താണ് ചർച്ചയ്ക്കുള്ള വിഷയം എന്നത് സംബന്ധിച്ചിട്ടുള്ള പുറത്തുവിട്ടിട്ടില്ല. രോഹിണി.